അടിച്ച് കയറി വാ. പ്രിലിംസിൽ ഈ സിസാറ്റിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പാസേജസ് 10-75 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാസേജസ് ഇനി നിങ്ങൾക്ക് ഒരു ടെൻഷൻ ആവത്തില്ല. പാസേജസ് നമുക്കറിയാം 10-30ഓളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അവിടെ ഇൻഫറൻസ്, അസംഷൻ, ക്രക്സ്, ദ ക്രൂഷ്യൽ മെസ്സേജ്, അതല്ലെങ്കിൽ ഇംപ്ലൈ, ഇംപ്ലിക്കേഷൻ, ഇങ്ങനത്തെയൊക്കെ കീവേഡ്സ് വെച്ചിട്ട് പാസേജസിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഒരുപാട് ആസ്പിറൻസിനെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ഏരിയയാണ് സിസാറ്റും, അതുപോലെ തന്നെ അതിലെ ഈ പ്രധാനപ്പെട്ട ഈ കോംപ്രിഹെൻഷൻ സൈഡും. അപ്പൊ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണൂ. നമുക്ക് വളരെ കൂളായിട്ട് ഈ പറഞ്ഞ പാസേജസിന്റെ 10-75 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പാസേജസിൽ സ്ട്രോങ് ആണെങ്കിൽ തന്നെ നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു സിസാറ്റിൽ. ഓക്കെ, സോ കമ്മിങ് ടു പാസേജസ് കീവേഡ്സ്, യു സി ഇൻഫറൻസ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻഫറൻസ് ഒന്ന് നോക്കൂ. എന്താണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് എ ഇൻഫറൻസ് എന്ന് പറയുന്നത് ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള, ലോജിക്കൽ ആയിട്ടുള്ള കൺക്ലൂഷനെയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. വാട്ട് ക്യാരി ഫോർവേഡ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ കോണ്ടെസ്റ്റ് നമുക്ക് തന്നു, ഒരു കഥ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രിമൈസിൽ ഫാക്ട്സും എവിഡൻസസും ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ നിരത്തിയിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ ഇതിന്റെ ഇൻഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഈ തന്നിരിക്കുന്ന അവസ്ഥയിൽ, സിറ്റുവേഷനിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കൺക്ലൂഷൻ എന്തായിരിക്കും? വളരെ ലോജിക്കൽ ആയിട്ടുള്ള, വാലിഡ് ആയിട്ടുള്ള, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇൻഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്ന എവിഡൻസസിൽ നമ്മൾ റീസണിങ് അപ്ലൈ ചെയ്യുന്നു, ലോജിക് അപ്ലൈ ചെയ്യുന്നു, അതിന് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ പിക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻഫറൻസ്. ഓക്കെ, അപ്പോൾ ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇൻഫറൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇൻഫറൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു പാസേജിന്റെ താഴെ ക്വസ്റ്റ്യനും ചോയ്സസും തന്നിട്ടുണ്ടാവും. ഇൻഫറൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ പാസേജിലേക്ക് പോകുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ ക്വസ്റ്റ്യനോടൊപ്പം തന്നിരിക്കുന്ന ചോയ്സസ് ഒന്ന് ഓടിച്ചു വായിച്ച് നിങ്ങൾ പാസേജിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ഇതിൽ ഏത് ഭാഗത്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടാത്തത് എന്ന് മനസ്സിലാവും. ഡോണ്ട് ഗെറ്റ് ഡൈവേർട്ടഡ് ബൈ പെരിഫറൽ ഐഡിയാസ്. പാസേജിൽ കോറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും, അതിന്റെ പരിണിത ഫലമായിരിക്കും ഇൻഫറൻസ് എന്ന് പറയുന്നത്. നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഡൈവേർഷൻസ് തരുന്ന കുറെ സപ്ലിമെന്ററി ഐഡിയാസ് ഉണ്ടാവും. ഇപ്പൊ പാസേജിൽ ഇൻഫറൻസ് സോൾവ് ചെയ്യുമ്പോൾ സപ്ലിമെന്ററി ഐഡിയാസിന്റെ പുറകെ നിങ്ങൾ പോകരുത്. മെയിൻ ഐഡിയ പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശീലിക്കുക. ആ മെയിൻ ഐഡിയ എന്താണോ, മെയിൻ ഇഷ്യൂ എന്താണോ ഡിസ്കസ് ചെയ്യുന്നത്, അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കും ഇൻഫറൻസ് ആയിട്ട് വരിക. ശരിയല്ലേ? നൗ സീ, ഡോണ്ട് അസ്യൂം എനിത്തിങ് വിച്ച് ഈസ് ഔട്ട് ഓഫ് ദ പാസേജ്. അത് ഇൻഫറൻസിൽ മാത്രമല്ല, ഈ നമ്മള് സിസാറ്റില് കോംപ്രിഹെൻഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെ ഏത് കീവേഡ്സും ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻസും ആയിക്കോട്ടെ, പാസേജിന്റെ ആദ്യത്തെ ലൈൻ തൊട്ട് അവസാനത്തെ ലൈൻ വരെ എന്താണോ പ്രിമൈസിൽ ഡിസ്കസ് ചെയ്യുന്നത്, അതിന്റെ ബേസിസിൽ മാത്രം നമ്മൾ ചോയ്സസിലേക്ക് പോവുക. ഔട്ട് ഓഫ് ദ കോണ്ടെസ്റ്റ്, ഔട്ട് ഓഫ് ദ ബോക്സ് ആണെങ്കിൽ അങ്ങനത്തെ ചോയ്സസ് മോസ്റ്റ്ലി പാസേജിൽ പറയാത്ത കാര്യങ്ങൾ മോസ്റ്റ്ലി തെറ്റാണ്, തെറ്റായ ആൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും യു സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് പ്രിമൈസ് ഓഫ് ദ പാസേജ്. ഓക്കെ, മറ്റൊന്ന്, ഗോ ഫോർ ദ ഓപ്ഷൻ വിച്ച് ടോക്സ് അബൌട്ട് ദ മെയിൻ ഐഡിയ വിത്ത് സിമിലർ ടോൺ. ഓദറിന്റെ ടോൺ എന്താണ്? അയാൾ ക്രിട്ടിക്കൽ ആണോ, അയാൾ ആൻഷ്യസ് ആണോ, അല്ലെങ്കിൽ അയാൾ എന്താണ്, അയാളുടെ ടോൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ ടോണുമായിട്ട് മാച്ച് ചെയ്യുന്ന ചോയ്സ് ആയിരിക്കും മോസ്റ്റ്ലി കറക്റ്റ് ചോയ്സ് അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ എക്സ്ട്രീം സെന്റൻസസ് വരുന്ന ചോയ്സസ് ഒഴിവാക്കുക. ചില സെന്റൻസസ് നമ്മൾ GS നമ്മൾ എലിമിനേഷൻ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ പാസേജസ് സോൾവ് ചെയ്യുമ്പോഴും ചില ചോയ്സസിൽ എക്സ്ട്രീം കീവേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും, എക്സ്ട്രീം വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെ ആ സെന്റൻസിന്റെ ടോട്ടൽ മീനിങ് എക്സ്ട്രീം ആയിരിക്കാം. ഈ എക്സ്ട്രീം സ്റ്റാൻഡിലേക്ക് പോകുന്നതൊന്നും മോസ്റ്റ് കേസസിൽ ഇൻഫറൻസ് ആവാറില്ല എന്നുള്ളതാണ് റിയാലിറ്റി. Inference is the act of developing opinion based on the known facts of the passage, known evidences of the passage. അപ്പോൾ ഒരു വാലിഡ് ഒപ്പീനിയൻ ആണ്, ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ്, ബേസ്ഡ് ഓൺ പാസേജിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്. കുറെ കഥകളും കെട്ടുകഥകളും എക്സാമ്പിൾസും ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ എവിഡൻസ് ഒക്കെ പറയുന്നുണ്ടാവും. അതിന്റെ ബേസിസിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ, അതാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അസംഷനുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, അസംഷൻ ഈസ് ഓൾവേസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്, അല്ലെങ്കിൽ അത് പാർട്ട് ഓഫ് ബിലീഫ്സ് ആണ്. ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആകാം, അത് ലോജിക്കൽ ആവാം, ഇല്ലോജിക്കൽ ആവാം. ഓക്കെ, പക്ഷെ ഇവിടെ മോസ്റ്റ്ലി നമുക്ക് ലോജിക്കൽ ആണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ പാസേജ് ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കൂ. പീപ്പിൾ ആർ ഓൾവേസ് ലെസ് ഹാപ്പി ടു ആക്സെപ്റ്റ് സയന്റിഫിക് ഡേറ്റ ദേ ഫീൽ കോൺട്രാഡിക്ട്സ് ദർ പ്രീ കൺസീവ്ഡ് ബിലീഫ്സ്. ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു, ചോയ്സസ് നോക്കി കഴിഞ്ഞു, അതുകൊണ്ടാണ് ഡയറക്റ്റ് പാസേജിലേക്ക് പോകുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ
ആ ക്വസ്റ്റ്യൻ ചോയ്സസ് ഒന്ന് ഓടിച്ചു വായിച്ചിട്ട് പാസേജിലേക്ക് വരൂ. ഓക്കെ, യു സി പീപ്പിൾ ആർ ഓൾവേസ് ലെസ് ഹാപ്പി to accept scientific data they feel contradicts their preconceived beliefs, but the science isn't supposed to care about preconceived notions. Science, at least good science, tells us about the world as it is, not as some wish it to be. Sometimes what science finds is consistent with the particular religion's wishes, but usually it is not. So the question is about good science. Now, and the answer, a good science is well received by elite people. ഈ പാസേജിൽ എവിടെയും എലൈറ്റ് പീപ്പിളിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ദ കോണ്ടസ്റ്റ് ആണ്, ഞാൻ അത് എലിമിനേറ്റ് ചെയ്തു. ഗുഡ് സയൻസ് ഈസ് ബേസ്ഡ് ഓൺ കോൺക്രീറ്റ് റിസൾട്ട്സ് ഒബ്റ്റൈൻഡ് ത്രൂ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തീസിസ്. എനിക്ക് ഏറെക്കുറെ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ ഉറപ്പിക്കുന്നില്ല. 3, 4 കൂടി ഒന്ന് നോക്കിക്കോട്ടെ. യെസ്, എ ഗുഡ് സയൻസ് ആൻഡ് റിലീജിയൻ ആർ മോസ്റ്റ്ലി ദ സെയിം. ഈ പാസേജ് മുഴുവനായിട്ട് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതിന്റെ ഉൾട്ടയായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് പാസേജ് കൺവേ ചെയ്യുന്നത്. ഗുഡ് സയൻസ് വിൽ ഓൾവേസ് പ്രൂവ് ദ ജനറൽ പോപ്പുലസ് റോങ്. ഇപ്പൊ ഇവിടെ രണ്ടും നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് മോസ്റ്റ്ലി അപ്ലൈ ചെയ്തു, വേറൊരു സ്ഥലത്ത് ഓൾവേസ് അപ്ലൈ ചെയ്തു. എക്സ്ട്രീം സ്റ്റാൻഡ് ആണ്, രണ്ടും ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ഓൾവേസ് പ്രൂവ് ജനറൽ പോപ്പുലസ് റോങ്. അപ്പം എ ഗുഡ് സയൻസ് വിൽ ഓൾവേസ് പ്രൂവ് ജനറൽ പോപ്പുലസ് റോങ് എന്ന് പാസേജിൽ എവിടെയും പറയുന്നില്ല. ചിലപ്പോഴൊക്കെ ശരിയാകാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, എ ഗുഡ് സയൻസ് ഈസ് ബേസ്ഡ് ഓൺ കോൺക്രീറ്റ് റിസൾട്ട്സ് ഒബ്റ്റൈൻഡ് ത്രൂ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തീസിസ്. അതാണ് ഇവിടെ ഇൻഫറൻസ്. ഞാൻ ഇവിടുന്ന് കണ്ടെടുക്കുന്ന അല്ലെങ്കിൽ വലിച്ചു കയറ്റിയെടുക്കുന്ന എൻ്റെ ഏറ്റവും നല്ല ഒരു ലോജിക്കൽ കൺക്ലൂഷൻ അതാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. അസംഷനിലേക്ക് പോകുമ്പോൾ അസംഷൻ ഞാൻ പറഞ്ഞു, it is something taken for granted or it is something what is presupposed. Okay, assumption is a hidden or unstated premise. It is part of our belief. ഇത് ലോജിക്കൽ ആവാം, ഇല്ലോജിക്കൽ. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കൂ. നമ്മൾ പല സമയത്തും നമ്മുടെ ഈ വെതർ ഫോർകാസ്റ്റിംഗ് സ്റ്റേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ പല ആൾക്കാരും നിങ്ങൾ മഴയുണ്ടാവും അല്ലെങ്കിൽ മഴയെ കുറിച്ചൊക്കെ പ്രവചിക്കുന്നത് കേൾക്കാം. പല അസംഷൻസും തെറ്റിപ്പോകുന്നതും കാണാം. ഓക്കെ, അപ്പൊ ഈ അസംഷൻ എന്ന് പറയുന്നത് ട്രൂ ആവാം, അല്ലെങ്കിൽ അൺട്രൂ ആവാം, ലോജിക് ആവാം, ഇല്ലോജിക്കൽ ആവാം, ഇതൊരു പാർട്ട് ഓഫ് ബിലീഫ്സ് ആവാം, അല്ലെങ്കിൽ ഇതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആവാം, എന്തു ആവാം. ഓക്കെ, അത് ഇങ്ങനെ 100% ലോജിക് ആവണമെന്നോ അല്ലെങ്കിൽ 100% റീസണിങ്ങിന്റെ ബേസിസിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയമാവണമെന്നോ ഒന്നും ഇവിടെ നിർബന്ധമില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ എ പേഴ്സൺ യൂഷ്വലി വിയർ തിലക് ഓൺ ഹിസ് ഫോർഹെഡ്. വി അസ്യൂം ഹി ഹാസ് ദ ഹാബിറ്റ് ഓഫ് വിസിറ്റിംഗ് ടെമ്പിൾ ഡെയിലി. അത് അങ്ങനെ ആവാം, അങ്ങനെ അല്ലാണ്ടാവാം. ഓക്കെ, അത് നമ്മൾ എന്താ വെച്ചാല്, യെസ്, ഇയാള് തിലക് ധരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറി ഇടുന്നുണ്ട്, അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ആ മനുഷ്യൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാകാം. എ പേഴ്സൺ വിത്ത് ഫിറ്റ് ബോഡി, വി അസ്യൂം യെസ്, അയാള് ഡെയിലി ജിമ്മിൽ പോയി ബോഡി ഫിറ്റ് ആക്കുന്ന മനുഷ്യനാവാം. ഓക്കെ, ദെൻ സി പീപ്പിൾ ഹു വിയർ സ്പെക്സ് ആർ അസ്യൂം ടു ബി ഇന്റലിജന്റ് ആൻഡ് സ്റ്റുഡിയസ്. ദ മേ നോട്ട് ബി റൈറ്റ് ഓൾ ടൈം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു അസംഷൻ എന്താണ്? ഒരുത്തൻ നല്ല രീതിയിൽ സ്പെക്സ് ഒക്കെ വെച്ച് ഇൻഷർട്ട് ഒക്കെ ചെയ്ത് നടക്കുന്ന കാണുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു വ്യക്തിനെ, അവൻ ഭയങ്കര പഠിപ്പിസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് ഒരുപക്ഷെ ശരിയാവാൻ തെറ്റാം. അത് നമ്മുടെ ബിലീഫിന്റെ ഭാഗം. അങ്ങനെ ചെയ്യുന്നവരെല്ലാം ഇങ്ങനെയാണ് എന്നുള്ളൊരു അസംഷൻ ആണ്. ബേസിക്കലി നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അത് ഒരു ലോജിക്കോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ലോജിക് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. Assumption is a hidden information and cannot be logically derived from the information given. Then see, assumption is mix of fact and conclusion in a passage. Assumption can be a fact. Assumption can be a conclusion. Assumption can be a part of belief. Assumption can be something which is taken for granted. Assumption can be something which is, illogical. Okay, appa assumption എന്നുള്ളതും ഇൻഫറൻസ് എന്നുള്ളതും തിരിച്ചറിയുക. ഓക്കെ, പ്രിലിംസ് നമുക്കറിയാലോ, ഇനിയിപ്പോൾ there are 60+ days for the prelims examination. പ്രിലിംസിൽ പാർവതിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പ്രിലിംസിന്റെ ഒരു സ്ട്രാറ്റജി, അതായത് പാർവതിനെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ സഹായിച്ച ആ ഒരു പ്രിലിം സ്ട്രാറ്റജി എന്തായിരുന്നു? ഞാൻ ഗാലന്റിന്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആണ് ഫോളോ ചെയ്തത്. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള സിലബസ് ഉണ്ട്. ആ സിലബസ് വെച്ച് ആ സൺഡേ എക്സാം വരുമ്പോഴത്തേക്ക് അത് പഠിച്ചു തീർക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്തത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു അസംഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ UPC തന്നെ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ആ ചോദിച്ച ക്വസ്റ്റ്യൻ with reference to this above passage, following assumptions have been made. Oil producing countries, one of the reasons for high food prices. If there is a food crisis in the world near future, it will be in the emerging economies. ഇനി ഈ ഇൻഫർമേഷൻ, ഈ അസംഷൻ നമുക്ക് പാസേജിൽ നിന്ന് വരുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. Policy makers, media have placed blame for skyrocketing food prices on a variety of factors, including high fuel prices, bad weather, okay, then diversion of land to non-food production, increased emphasis.
however, has been placed on a surge in demand for food from most populous emerging economies. It seems highly probable that mass consumption in these countries could be well poised to create a food crisis. Mass consumption. അപ്പോൾ ഇത്രയാണ് പാസേജിൽ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ അസംഷൻ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ആർ വൺ ഓഫ് ദ റീസൺസ് ഫോർ ദ ഹൈ ഫുഡ് പ്രൈസ്. സി ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് എവിടുന്ന് എനിക്ക് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അസംഷൻ എനിക്ക് പാസേജിൽ നിന്ന് കിട്ടുന്നില്ല. ഇഫ് ദർ ഇസ് എ ഫുഡ് ക്രൈസിസ് ഇൻ ദ വേൾഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇറ്റ് വിൽ ബി ഇൻ ദ എമർജിംഗ് എക്കണോമീസ്. അതും എനിക്കൊരു വാലിഡ് അസംഷൻ അല്ല. ഈ പാസേജിന്റെ ബേസിസിൽ യെസ് എമർജിംഗ് കൺട്രീസിൽ ഫുഡ് ക്രൈസിസ് ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. യെസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് പോപ്പുലസ് കൺട്രീസിലെ മാസ് കൺസംഷൻ ദാറ്റ് ഈസ് ദ റീസൺ ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ദ മോസ്റ്റ് എമർജിംഗ് എക്കണോമീസ്. അപ്പോൾ ഇത് രണ്ടും വാലിഡ് അസംഷൻസ് അല്ല. ഓക്കെ, എനിക്ക് ആ പാസേജിനെ വായിച്ച് എനിക്ക് ഇങ്ങനെയൊന്നും അസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഡിയിലേക്ക് പോകുന്നു. നൗ ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കൂ, ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഇംപ്ലൈഡ്, ക്ലോസ് കണക്ഷൻ, സിഗ്നിഫിക്കൻസ്. ഒന്ന് സംഭവിച്ചു, അതിന്റെ പരിണിത ഫലം എന്താവാം, അതിന്റെ റിസൾട്ട് എന്താവാം, ഓക്കെ, അതിന്റെ എന്താ പറയാ ആകത്തുക എന്താവാം, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർമാത്ത് എന്താവാം. ദാറ്റ് ഈസ് ഇംപ്ലൈ ഓർ ഇംപ്ലിക്കേഷൻ. Try to identify key connections between argument and options given. Implications means something not directly said but indirectly hinted. Best practical implication means to provide solutions, suggestions to the problems. അപ്പം ഇംപ്ലൈ ഓർ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഈ സംഭവിച്ചതിന്റെ ആഫ്റ്റർ മാത്ത് അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട്, ഇതിന്റെ കോൺസിക്വൻസസ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന അതിന്റെ ഒരു വാൽ എന്താണ്, തുമ്പെന്താണ്. ഓക്കെ, that is something imply or implications. Okay, the solutions, the suggestions, or the significance or the consequences. Okay, now see, implication focus more on futuristic effect of a challenge. അപ്പോൾ പാസേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവാം, മേ ബി അതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്രൈസിസുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആയിരിക്കാം, എൻവയോൺമെന്റൽ ഇഷ്യൂ ആയിരിക്കാം, എക്കോളജിക്കൽ ഡീഗ്രേഡേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എന്താ പറയാ ക്രൈസിസ് ആവാം, എന്തും ആവാം. അതിന്റെ ഒരു ആഫ്റ്റർ മാത്ത്, അതിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് എന്താണ്, ദാറ്റ് ഈസ് സംതിങ് ഇംപ്ലൈ ഓർ ഇംപ്ലിക്കേഷൻ മീൻഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അറ്റംപ്റ്റ് എന്താണ്? യെസ്, ആ ഇംപ്ലിക്കേഷൻ ഒരു പ്രാക്ടിക്കൽ വാല്യൂ ഉണ്ടാവണം. ചുമ്മാ ക്ലംസിനെസ് അല്ലെങ്കിൽ വെറുതെ പറഞ്ഞു പോകുന്നതോ ഫാൻസിയോ ഫാന്റസി ഓറിയന്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒരിക്കലും ഇംപ്ലിക്കേഷൻസ് ആവുന്നില്ല. അതിന് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രാക്ടിക്കൽ വാല്യൂ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ സീ, എ ബോംബ് ത്രെറ്റ് ഹാസ് ബീൻ സ്പ്രെഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ദ പോലീസ് സ്റ്റേഷൻസ് ആർ ഇൻ ഹൈ അലർട്ട്. ഇതിന്റെ ഒരു ഇംപ്ലൈ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർ ക്യാൻ ബി എ ചാൻസസ് ഓഫ് ദിസ്, യു നോ, പോസിബിലിറ്റി ഫോർ ഹൈ കാഷ്വാലിറ്റി ഇൻ ദ സ്റ്റേറ്റ്. അത് അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അവിടെ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ദർ വിൽ ബി ഹൈ കാഷ്വാലിറ്റി ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതൊരു റിസൾട്ട് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് എഫക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ക്യാൻ ബി ദ ഫ്യൂച്ചറിസ്റ്റിക് എഫക്ട്. ഓക്കെ, നൗ മെയിൻ തീം, സെൻട്രൽ ഐഡിയ ഓർ മെയിൻ ഐഡിയ ഓർ ക്രക്സ് ഇൻ ദ പാസേജ്. ഇതും നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. മെസ്സേജ് ചോദിക്കാറുണ്ട്, ക്രൂഷ്യൽ മെസ്സേജ് ചോദിക്കാറുണ്ട്, ക്രക്സ് ചോദിക്കാറുണ്ട്, മെയിൻ ഐഡിയ ചോദിക്കാറുണ്ട്, ഓക്കെ, സെൻട്രൽ ഐഡിയ ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? എൻ്റർ പാസേജ് ഡിസ്കസിങ് അബൌട്ട് എ സിംഗിൾ സബ്ജക്ട്, ദാറ്റ് വിൽ ബി ദ മെയിൻ ഐഡിയ ഓഫ് ദ പാസേജ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിലപ്പോൾ അതൊരു വേർഡിലായിരിക്കും കിടക്കുന്നത്, ഒരു ലൈനിലായിരിക്കും കിടക്കുന്നത്, ചിലപ്പോൾ ആദ്യത്തെ ലൈനിലും അവസാനത്തെ ലൈനിലായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് തവണ അറിഞ്ഞോ അറിയാണ്ടോ റിപ്പീറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കാം മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പം മെയിൻ തീം എന്ന് പറയുന്നത് ആ പാസേജിനെ മുഴുവനായിട്ട് എടുക്കുമ്പോൾ അതിനെ മുഴുവനായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എന്താണോ കൺവേ ചെയ്യുന്നത് അതായിരിക്കും ചിലപ്പം അതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് യെസ് ഗ്ലോബൽ വാർമിംഗ് ആയിരിക്കും. പക്ഷെ ഗ്ലോബൽ വാർമിംഗ് ഡയറക്ട്ലി അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സിറ്റുവേഷൻസും എക്സാമ്പിൾസും കേസ് സ്റ്റഡീസും ചിലപ്പോൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് യെസ് മെയിൻ ഐഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എൻ്റയർ പാസേജ് ഡിസ്കസിങ് എ സിംഗിൾ സബ്ജക്ട്, ദാറ്റ് ഈസ് ദ മെയിൻ ഐഡിയ. മുഴുവൻ പാസേജ് ഒരു പർട്ടിക്കുലർ എലമെന്റിനെ കുറിച്ചായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ എക്സാമ്പിൾസിലൂടെ ആവാം, എവിഡൻസസിലൂടെ ആവാം, ആർഗ്യുമെന്റ്സിലൂടെ ആവാം. അപ്പം മുഴുവൻ പാസേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ സിംഗിൾ ഐഡിയ എന്താണ്, ആ സിംഗിൾ സബ്ജക്ട് എന്താണ്, ദാറ്റ് ഈസ് ദ മെയിൻ ഐഡിയ. ഡീകോഡിങ് ദ റിയൽ മീനിങ് ഓഫ് ദ സെന്റൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോ അതിന്റെ സെന്റൻസസിന്റെ മീനിങ്സ് ഡീകോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഡയലൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മെയിൻ സബ്ജക്റ്റ് കിട്ടും, മെയിൻ ഐഡിയ കിട്ടും. റീഡ് ദ പാസേജ്, ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് പ്രോപ്പർലി, ഡോണ്ട് സ്കിപ്പ് ദ വേർഡ്സ്. ഈ മെയിൻ ഐഡിയ ഒക്കെ പിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു രസം എന്താന്ന് വെച്ചാൽ ഒരു സിംഗിൾ വേർഡിൽ ചിലപ്പോൾ അതിന്റെ മെയിൻ ഐഡിയ ഒളിഞ്ഞു കിടപ്പുണ്ടാവും.
അപ്പൊ പാസേജ് മനസ്സിലാക്കുക, അതിന്റെ വേർഡിങ് മനസ്സിലാക്കുക, അതിന്റെ സെന്റൻസസ് മനസ്സിലാക്കുക എന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ഐഡിയ ഓഫൺ സ്പോക്കൺ മോർ നമ്പർ ഓഫ് ടൈംസ്. ഈ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് പാസേജിൽ ചിലപ്പം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, എക്സ്പ്ലിസിറ്റ്ലി ഓർ ഇംപ്ലിസിറ്റ്ലി പല തവണ പറഞ്ഞു പോകുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിക്കുക. ഒരേ പാസേജിൽ ഒന്നിൽ കൂടുതൽ തവണ സംസാരിച്ചു പോകുന്ന സബ്ജക്റ്റ് ഏത് എന്നുള്ളതും ശ്രദ്ധിക്കുക. Then see, author will corroborate his main idea by giving relevant informations. ചിലപ്പോൾ അയാളുടെ മെയിൻ ഐഡിയ അയാൾ പ്രസന്റ് ചെയ്യുന്നത് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസോ ഫാക്റ്റോ ഫിഗറോ എവിഡൻസോ എക്സാമ്പിളോ തന്നിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ മെയിൻ ഐഡിയ അദ്ദേഹം കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എക്സാമ്പിൾസും എവിഡൻസസും, പല എക്സാമ്പിൾസ് എവിഡൻസസ് ഉണ്ടാവും, പക്ഷെ അദ്ദേഹം കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സബ്ജക്റ്റ് ഒന്നായിരിക്കും. Do not assure anything. Focus on information given in the passage. Focus on the first and last paragraph of the passage. Idea of author will be usually balanced and will avoid extreme views. അപ്പൊ ഇവിടെ മെയിൻ ഐഡിയ ചോദിക്കുമ്പോൾ പലപ്പോഴും ഓതറിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും, എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. അതൊരിക്കലും ഈ പറഞ്ഞതുപോലെ എന്താ പറയാ ഹൈപ്പോത്തറ്റിക്കൽ ആവത്തില്ല, അല്ലെങ്കിൽ പലപ്പോഴും അത് എക്സ്ട്രീം ആവത്തില്ല. അതൊക്കെ ഇവിടെയുള്ള ചില കോമൺ ഫാക്ടേഴ്സ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എലമെന്റ്സ് ആണ്. ഒരു പാസേജ് നോക്കൂ. ഈ പാസേജിൽ എന്താ പറയുന്നത്? An American missionary asked Gandhiji what he hated the most about India. He answered, the hard-heartedness of the educated Indian. It hasn't improved after that. Yes, the burgeoning urban middle class, driven by consumerism, has given legitimacy to a development model that widens the gap between the haves and have-nots. As a result, the underlying tensions and stress within the democratic system are intensifying, potentially leading to the emergence of an odd majoritarian authoritarian state. As the symbol of our liberation fight, Gandhiji's last and least Indian is treated with little to no concern. Gandhiji promoted compassion as a political need as well as personal virtue in opposition to his colonists. So this is something, a passage. ഞാനിവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി വായിച്ചു, നിങ്ങൾ വായിച്ചു എന്ന് മനസ്സിലാക്കുന്നു. വാട്ട് ബെസ്റ്റ് പ്രസൻസ് ദ ക്രക്സ് ഓഫ് ദ പാസേജ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഇവിടെ ചോയ്സസ് നിങ്ങൾ ശ്രദ്ധിക്കൂ. മെജോറിറ്റി ഓഫ് ദ ഇന്ത്യൻസ് ഡു നോട്ട് ഹാവ് എംപതി ഫോർ ദ പ്ലൈറ്റ് ഓഫ് ദ പോപ്പുലസ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ആരെ കുറിച്ചാണ്? യെസ്, അദ്ദേഹം പറയുന്നത് ഹാർഡ് ഹേർട്ടഡ്നെസ് ഓഫ് ദ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ എന്നാണ് പറയുന്നത്. ഈ ഹാർഡ് ഹേർട്ടഡ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ എന്ന് പറയുന്നത് അന്ധകാലത്ത് ഈ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഒരു മെജോറിറ്റി പോപ്പുലേഷൻ ആയിരുന്നില്ല. ബേസിക് ലോജിക് ആണ്, ശരിയല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെജോറിറ്റി ഇന്ത്യൻസ് ഡു നോട്ട് ഹാവ് എംപതി ഫോർ പ്ലൈറ്റ് ഓഫ് ദ പോപ്പുലസ്. അദ്ദേഹം പറയുന്നതും സംസാരിക്കുന്നതും ഹാർഡ് ഹേർട്ടഡ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ആണ്. അന്ധകാലഘട്ടത്തിൽ 20ാം നൂറ്റാണ്ടില് യെസ് അതിന്റെ പകുതിക്കോ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഒരു മെജോറിറ്റി പോപ്പുലേഷൻ ആയിരുന്നില്ല, ഇന്ത്യയുടെ മെജോറിറ്റി പോപ്പുലേഷൻ ആയിരുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ ആ സംഭവം കട്ട് ചെയ്തു. പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഹാവ് ദ പവർ ഓഫ് ഇൻഫ്ലുവൻസിങ് ഇന്ത്യൻ കമ്പാഷൻ. The middle class in India has a consumerist mindset which leads to lack of compassion. The conflict between the haves and have-nots will turn society from democratic to authoritarian. ഇവിടെ ഞാൻ ഈ രണ്ട് സംഭവങ്ങളും ഞാൻ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഈ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യുകയാണ്. യെസ്, പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഹാവ് ദ പവർ ടു ഇൻഫ്ലുവൻസ് ഇന്ത്യൻസ് കമ്പാഷൻ. യെസ്, ആ ഒരു പോയിന്റ് എനിക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? ഇതിന്റെ ഒരു ക്രക്സ് ആയിട്ട് എടുക്കും. ഈ സി എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു? മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ ഹാസ് എ കൺസ്യൂമറിസ്റ്റ് മൈൻഡ് സെറ്റ് വിച്ച് ലീഡ്സ് ടു ലാക്ക് ഓഫ് കമ്പാഷൻ. യെസ്, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ ഹാസ് എ കൺസ്യൂമറിസ്റ്റ് മൈൻഡ് സെറ്റ് വിച്ച് ലീഡ്സ് ടു എ ലാക്ക് ഓഫ് കമ്പാഷൻ. പ്രോബ്ലം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? അബ്സല്യൂട്ട് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് പതിപ്പിച്ചു വെക്കുകയാണ്. മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ ഹാസ് എ കൺസ്യൂമറിസ്റ്റ് മൈൻഡ് സെറ്റ് വിച്ച് ലീഡ്സ് ടു ലാക്ക് ഓഫ് ദീസ് കമ്പാഷൻ. അതാണോ ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം? അല്ല. യെസ്, കോൺഫ്ലിക്റ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഈ ആശയം ചിലപ്പോൾ ഒരു സപ്ലിമെന്ററി ഐഡിയ ആവാം, അതൊരു സപ്ലിമെന്ററി ഐഡിയ ആവാം. പക്ഷെ ക്രക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് കോർ ആയിരിക്കണം, സെൻട്രൽ ഐഡിയ ആയിരിക്കണം. Then see, conflict between the house and have-nots will turn society from democratic to authoritarian. Maybe ചിലപ്പോൾ അതും എനിക്ക് ഇതില് ഒരു സപ്ലിമെന്ററി ഐഡിയ ആയിട്ട് കിട്ടുമായിരിക്കാം. പക്ഷെ എന്നോട് ചോദിച്ചിരിക്കുന്നത് ക്രക്സ് ആണ്. ആ ക്രക്സ് എന്ന് പറയുന്നത് പാസേജിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ മുഴുവനായിട്ടുള്ള ആ ഒരു എന്താ പറയുക സ്ട്രക്ചറിനെ സാംശീകരിക്കുന്ന, മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടുന്നത് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഹാവ് ദ പവർ ടു ഇൻഫ്ലുവൻസ് ഇന്ത്യൻസ് കമ്പാഷൻ എന്നുള്ള ഒരു ആശയമാണ്. യെസ്, ദാറ്റ് ഈസ് മൈ ആൻസർ. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ ഒരുപാട് പാസേജസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. ക്രക്സ് എന്താണെന്നും ഇൻഫറൻസ് എന്താണെന്നും അസംഷൻ എന്താണെന്നും ഇംപ്ലൈ എന്താണെന്നും ഇംപ്ലിക്കേഷൻസ് എന്താണെന്നും
കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പാസേജസിൽ അപ്ലൈ ചെയ്യൂ. യു വിൽ ഡെഫിനറ്റ്ലി ഈ സിസാറ്റിന്റെ കോംപ്രിഹെൻഷൻ പാർട്ട് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും സ്കോർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. സ്റ്റേ ട്യൂൺഡ് for more videos. Please do like or please do subscribe our channel, and definitely you will get quality videos for clearing this UPSC examination, both prelims and mains. Thank you.